തൊടുപുഴ ചലച്ചിത്രോത്സവത്തിന് തുടക്കം. ലോക സിനിമയിലേക്ക് ജാലകം തുറന്ന് 18ാമത് ചലച്ചിത്രോത്സവമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴ സിൽവർ ഹിൽസ് തിയേറ്ററിലാണ് ചലച്ചിത്രോത്സവം നടക്കുന്നത്. 18ാമത് തൊടുപുഴ ഫിലിം ഫെസ്റ്റിവലിനാണ് തുടക്കമായിട്ടുള്ളത്. തൊടുപുഴ നഗരസഭയും തൊടുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്നാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. കേരള ചലച്ചിത്ര അക്കാദമി, FSIA എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫിലിം ഫെസ്റ്റിവൽ ഒരുക്കിയിട്ടുള്ളത്. ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം തൊടുപുഴ സിൽവർ ഹിൽസ് സിനിമാസിൽ നടന്നു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. എനിക്കറിയുന്ന തൊടുപുഴയിലെ പ്രഗത്ഭരായ ധാരാളം ആളുകൾ ഇത്രയും വലിയ ചലച്ചിത്ര ആസ്വാദകരായിരുന്നു എന്ന്. അങ്ങനെ എളിയ നിലയിൽ തുടങ്ങി വളരെ വലിയ നിലയിലേക്ക് ഉയർന്ന് പുതിയ പുതിയ ആളുകളെ ഉൾക്കൊണ്ട് നല്ല നല്ല സിനിമകൾ കാണാൻ ധാരാളം അവസരങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് തൊടുപുഴ ഫിലിം സൊസൈറ്റി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാഷകളിൽ വിവിധങ്ങളായിട്ടുള്ള പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന നല്ല ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത്, നമ്മൾ സാധാരണ ആളുകളെ കൊണ്ട് എളുപ്പമുള്ള കാര്യമല്ല, പക്ഷേ ഈ ഫിലിം സൊസൈറ്റിയുമായി വിവിധ തരത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ ഇതെല്ലാം കണ്ടുപിടിച്ച് പഠിച്ച് നമുക്കെല്ലാവർക്കും വളരെ മനോഹരമായി ആസ്വദിക്കത്തക്ക തരത്തിൽ നല്ല ചലച്ചിത്രങ്ങൾ കണ്ടുപിടിച്ച് നമ്മുടെ മുമ്പിൽ എത്തിക്കുകയാണ്. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് N. രവീന്ദ്രൻ അധ്യക്ഷനായി. സമ്മേളനത്തിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ജോഷി മാത്യു മുഖ്യ അതിഥിയെ പങ്കെടുത്തു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PG രാജശേഖരൻ, അഭിനേതാക്കളായ സോമു മാത്യു, ഹർഷിത, സാങ്കേതിക പ്രവർത്തകരായ ജയ്, നെവിൻ മൈക്കൽ, FSI റീജിയണൽ കൗൺസിൽ അംഗം UA രാജേന്ദ്രൻ, ഫിലിം സൊസൈറ്റി സെക്രട്ടറി M. മഞ്ജു ഹാസൻ, ജോയിന്റ് സെക്രട്ടറി സനൽ ചക്രവാണി എന്നിവർ സംസാരിച്ചു. ഉദ്ഘാടന ചലച്ചിത്രമായി നൊമ്പരക്കൂട്ടാണ് പ്രദർശിപ്പിച്ചത്. തുടർന്ന് ഫ്രഞ്ച് ചിത്രമായ പെറ്റിറ്റ് മാമൻ പ്രദർശിപ്പിച്ചു. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.